ഫ്രണ്ട്സ്, അപ്പോൾ മൂന്നാമത്തെ T20 ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം T20 മത്സരം കൈവിട്ട് ഇന്ത്യ 145 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് ഈ രണ്ടാം ഇന്നിങ്സിനകത്ത് എടുക്കാൻ സാധിച്ചുള്ളൂ. ടോസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പതിവ് പോലെ തന്നെ ബാറ്റിങ്ങിന് അയക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇംഗ്ലണ്ട് 20 ഓവറിൽ 171 റൺസാണ് 9 വിക്കറ്റ് നഷ്ടത്തിൽ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അവർ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് ഡക്കറ്റ് 51 റൺസ്, ജോസ് ബട്ട്ലർ 24, ലിവിങ്സ്റ്റൺ 43 എന്നിവരുടെ ബാറ്റിംഗ് മികവിലാണ് 171 റൺസ് എത്തിച്ചത്. പക്ഷേ മറ്റാർക്കും തന്നെ അവരുടെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല. ഇന്ത്യൻ ബോളിംഗ് നിരയുടെ നല്ലൊരു ബോളിംഗ് പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വിക്കറ്റ് നേടിയത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി 5 വിക്കറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. മികച്ച ഒരു ബോളിംഗ് തന്നെ വരുൺ ചക്രവർത്തി കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് 2 വിക്കറ്റും രവി ബിഷ്ണോയ് 1 വിക്കറ്റ്, അക്ഷറിന് 1 വിക്കറ്റും സ്വന്തമാക്കാൻ സാധിച്ചു. പക്ഷേ തിരിച്ച് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരാണെങ്കിൽ സഞ്ജു സാംസണും കാര്യമായ പ്രകടനം ഇന്നത്തെ മത്സരവും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 3 റൺസും അകലെ സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയി. പിന്നെ അഭിഷേക് ശർമ്മയ്ക്ക് 24 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തിലക് വർമ്മ 18 കഴിഞ്ഞ കളിയിൽ അടിച്ചു കളിച്ച തിലക് വർമ്മയ്ക്കും ഈ ഒരു മത്സരം വലിയ രീതിയിൽ കളിക്കാൻ സാധിച്ചില്ല. 18 മാത്രം എടുക്കാൻ സാധിച്ചുള്ളൂ. ഹാർദിക് പാണ്ഡ്യ 40 റൺസ്. ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു 40 റൺസിലാണ് ഇന്ത്യ 145 എന്ന ഒരു ടോട്ടൽ എടുക്കാൻ ഇന്ത്യക്ക് ആയത്. പക്ഷേ ഇന്ത്യക്ക് 26 റൺസിൻ്റെ തോൽവി മൂന്നാമത്തെ മത്സരത്തിനകത്ത് നൽകേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇന്നത്തെ ദിവസം മോശം തന്നെ പറയേണ്ടി വരും. നന്നായി തന്നെ അവരുടെ ജോഫർ ആർച്ചർ 2 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ റൈഡർ 2 വിക്കറ്റും ജേമി 3 വിക്കറ്റും സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യനെ 145 അവർക്ക് തളയ്ക്കാനായി എന്ന് പറയാം. 26 റൺസിൻ്റെ വിജയം മൂന്നാമത്തെ T20 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. അപ്പോൾ 2-1 ഇപ്പോൾ മത്സരം നിൽക്കുന്നത്. അപ്പോൾ അടുത്ത മത്സരം നമുക്ക് കാണാം. മത്സരത്തിനകത്ത് കുറച്ചും കൂടി വീറും വാശിയും വരാൻ ഈ ഒരു മത്സരം സഹായിച്ചു. 2-1 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് T20 നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തിയിടണം.